രാത്രി 8 മണി. ബീഗത്തിന്റെ കൊട്ടാരത്തിന് പുറത്ത് പെട്ടെന്ന് വലിയൊരു ബഹളം. പുറത്ത് കാവൽ നിന്ന ഗുണ്ടകൾ ഭയത്തോടെ പിന്നോട്ട് മാറി. ബീഗം കാര്യമറിയാതെ ഹാളിലേക്ക് ഓടി വന്നു. വാതിൽ തുറന്നകത്തേക്ക് കടന്നു വന്നത് നേരത്തെ വന്ന ബിസിനസ്സുകാരനായിരുന്നില്ല. മറിച്ച് മുംബൈ നഗരം പേടിക്കുന്ന, നിയമം പോലും വിറയ്ക്കുന്ന ഡേവിഡ് എബ്രഹാം. ഏകദേശം 6 അടിയിലധികം ഉയരം, ജിമ്മിൽ പോയി രൂപപ്പെടുത്തിയ എടുത്തു കാണിക്കുന്ന ശരീരം, കറുത്ത ഷർട്ടും വില കൂടിയ സ്യൂട്ടും അണിഞ്ഞിരിക്കുന്നു. കയ്യിൽ കോടിക്കണക്കിന് രൂപ വിലയുള്ള വാച്ച്. അവന്റെ നീലക്കണ്ണുകളിൽ വല്ലാത്തൊരു കാന്തികതയുണ്ടായിരുന്നു. ഏതൊരു പെണ്ണും ഒരു നോക്കു കണ്ടാൽ കൊതിക്കുന്ന ഭംഗിയുള്ള പുരുഷൻ. പക്ഷേ ആ സൗന്ദര്യത്തിന് പിന്നിൽ ഒരു ക്രൂരമൃഗം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് എപ്പോഴും വിരിയുന്ന ആ നിഗൂഢമായ ചിരി കണ്ടാൽ ആരും ഭയക്കും. അവനൊരു കോടീശ്വരനാണ്. പക്ഷേ അതിനേക്കാൾ വലിയൊരു ഗുണ്ടയാണ്. മുംബൈയിലെ അധോലോകം ഭരിക്കുന്നത് ഡേവിഡാണ്. ബീഗം ഭയത്തോടെയും വിറയലോടെയും അവനടുത്തേക്ക് ഓടി. "ഡേവിഡ് സാബ്, നിങ്ങൾ എന്തിനാ നേരത്തെ പറയാതെ എന്തിനാ വന്നത്? സാബിന് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ..." ഡേവിഡ് ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് വളരെ ശാന്തമായി അവരെ നോക്കി. "ബീഗം, നീ പറഞ്ഞ ആ പുതിയ രത്നം എവിടെ? ഞാൻ അവളെ കാണാൻ വന്നതാണ്. നേരത്തെ വന്നവനോട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ അവൾക്ക് പുതിയൊരു ഉടമസ്ഥനുണ്ടെന്ന്." ബീഗത്തിനൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഡേവിഡ് എബ്രഹാമിനോട് എതിർക്കാൻ മുംബൈയിൽ ആരും ധൈര്യപ്പെടില്ല. ബീഗം പൂജയെ ഹാളിലേക്ക് കൊണ്ടുവന്നു. ചുവന്ന പട്ടുസാരിയിൽ ആഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന പൂജയെ കണ്ടപ്പോൾ ഡേവിഡ് ഒരു നിമിഷം തറഞ്ഞു നിന്നു. അവന്റെ കയ്യിലിരുന്ന സിഗരറ്റ് താഴെ വീണു. അവനിൽ അതിശയം നിറഞ്ഞു. ദേവലോകത്തു നിന്നും ഇറങ്ങി വന്ന അപ്സരസ് പോലൊരു പെണ്ണ്. പൂജയുടെ ആ കരിമഷി കണ്ണുകളിലെ ശുദ്ധിയും വിറയ്ക്കുന്ന ചുണ്ടുകളും അവനിൽ ഒരു പുതിയ വികാരം ഉണ്ടാക്കി. ഡേവിഡ് പൂജയുടെ അടുത്തേക്ക് നടന്നു. "അവിശ്വസനീയം ബീഗം, നീ പറഞ്ഞതിലും എത്രയോ മടങ്ങാണ് ഇവളുടെ ഭംഗി. ഇവൾ ഒരു ദേവതയാണ്." ഡേവിഡ് തന്റെ വിരലുകൾ കൊണ്ട് പൂജയുടെ കവിളിൽ തലോടി. പൂജ പേടിയോടെ പിറകിലേക്ക് മാറി. അവന്റെ സ്പർശനത്തിൽ കാമത്തേക്കാൾ വലിയൊരു ആധിപത്യം ഉണ്ടായിരുന്നു. പൂജയുടെ സൗന്ദര്യം അവനെ ശരിക്കും അതിശയിപ്പിച്ചിരുന്നു. "ബീഗം, ഇവളെ ഞാൻ വാങ്ങുന്നു. ചോദിക്കുന്നതിന്റെ ഇരട്ടി പണം നിന്റെ അക്കൗണ്ടിൽ നാളെ എത്തും. പക്ഷേ ഒരു കണ്ടീഷൻ. ഇവളിനി ഈ നരകത്തിൽ കിടക്കില്ല. ഇവളെന്റെ മാൻഷനിലേക്ക് വരും." "തീർച്ചയായും സാബ്, സാബ് ഉദ്ദേശിച്ചതുപോലെ തന്നെ." ഡേവിഡ് അന്ന് പോയെങ്കിലും 2 ദിവസത്തിനു ശേഷം അവൻ വീണ്ടും വന്നു. ഈ 2 ദിവസവും പൂജയെ ബീഗം ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിട്ടു. ഡേവിഡ് അബ്രഹാമിനെക്കുറിച്ചുള്ള വാർത്തകൾ മറ്റു പെൺകുട്ടികൾ പൂജയ്ക്ക് പറഞ്ഞു കൊടുത്തു. "പൂജേ, ഡേവിഡ് അബ്രഹാം ക്രൂരനാണ്. അവൻ ചോദിക്കുന്നത് കിട്ടാൻ അവൻ എന്തും ചെയ്യും. അവൻ നിന്നെ വാങ്ങിയാൽ നിനക്ക് പിന്നെ രക്ഷയില്ല. പക്ഷേ അവന്റെ കൊട്ടാരത്തിൽ നിനക്ക് രാജകുമാരിയെപ്പോലെ കഴിയാം." പൂജ ഒന്നും മിണ്ടിയില്ല. രക്ഷപ്പെടാൻ വഴിയില്ലെന്ന് അവൾക്ക് ബോധ്യമായി. ഡേവിഡ് അബ്രഹാം എന്ന സാത്താന്റെ തടവുകാരിയായി മാറുകയാണ് താൻ. 2 ദിവസത്തിനു ശേഷം ഡേവിഡ് വീണ്ടും വന്നു. ബീഗം പൂജയെ അണിയിച്ചൊരുക്കി ഹാളിൽ നിർത്തി. ഡേവിഡ് പൂജയുടെ കൈ പിടിച്ചു. "നിന്റെ പുതിയ ലോകത്തേക്ക് നമുക്ക് പോവാം." അവന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം അവിടെ മുഴങ്ങി. പൂജ അവന്റെ കൈ തട്ടിമാറ്റി. "ഇല്ല, ഞാൻ വരില്ല. എന്നെ വിടൂ, പ്ലീസ്," എന്നവൾ നിലവിളിച്ചു. അവൾ ബീഗത്തിന്റെ കാലിൽ വീണു. "എന്നെ രക്ഷിക്കൂ, എന്നെ ഇവിടുന്ന് വിടല്ലേ." ഡേവിഡ് ചിരിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് വന്നു. "ഇവിടെ നിന്നെ രക്ഷിക്കാൻ ആരുമില്ല പൂജേ. നീ ഇപ്പോൾ എന്റേതാണ്." പൂജ സർവ്വശക്തിയുമെടുത്ത് എതിർത്തു. ബീഗത്തിന്റെ ഗുണ്ടകൾ അവളെ തടയാൻ നോക്കിയെങ്കിലും ഡേവിഡ് അവരെ തടഞ്ഞു. "വേണ്ട, ഇവളെ തൊടരുത്. ഇവളെ ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം." ഡേവിഡ് പൂജയെ കോരിയെടുത്തു. അവൾ അവന്റെ നെഞ്ചിൽ കൈകൾ കൊണ്ട് അടിച്ചു. "വിട്, എന്നെ വിടൂ പ്ലീസ്," എന്നവൾ നിലവിളിച്ചു. പക്ഷേ അവന്റെ കരുത്തിനു മുൻപിൽ അവളൊന്നുമല്ലായിരുന്നു. അവൻ അവളെ തന്റെ വലിയ കറുത്ത കാറിന് നേരെ കൊണ്ടുപോയി. കാറിന്റെ വാതിൽ തുറന്ന് അവൻ അവളെ കാറിലേക്കിട്ടു. പൂജ കാറിലെ സീറ്റിൽ തളർന്നു വീണു. കാർ വേഗത്തിൽ ആ കെട്ടിടത്തിന്റെ മുറ്റം വിട്ടു. പൂജ അവസാനമായി ബീഗത്തിന്റെ കൊട്ടാരത്തെ നോക്കി. അവിടുത്തെ പെൺകുട്ടികളുടെ സഹതാപത്തിന്റെ നോട്ടങ്ങൾ അവൾ കണ്ടു. ഒരു നരകത്തിൽ നിന്നും മറ്റൊരു നരകത്തിലേക്ക് താൻ പോകുകയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. കാർ മുംബൈ നഗരത്തിന്റെ തിരക്കുകളിലേക്ക് കുതിച്ചു. പൂജയുടെ ജീവിതം ഇനി ഡേവിഡ് എബ്രഹാം എന്ന ക്രൂരനായ മനുഷ്യന്റെ കൊട്ടാരത്തിലെ തടവറയിലാണ്. അവൾ അവസാനമായി മുത്തശ്ശിയുടെ മുഖം ഓർത്തു. ആ ആത്മാവ് വീണ്ടും കരഞ്ഞു. മുംബൈ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി
കടൽ തീരത്തോട് ചേർത്ത് നിൽക്കുന്ന അതിമനോഹരമായൊരു കൊട്ടാരം. കനത്ത സുരക്ഷാ സംവിധാനങ്ങളും ആയുധധാരികളായ കാവൽക്കാരും ആ വലിയ ഗേറ്റിന് മുന്നിലുണ്ട്. ഡേവിഡിന്റെ കാർ അകത്തേക്ക് പ്രവേശിച്ചു. കാർ നിന്നതും ഡേവിഡ് ഡോർ തുറന്ന് പുറത്തിറങ്ങി. അവൻ സീറ്റിൽ തളർന്നു കിടന്ന പൂജയെ നോക്കി പതുക്കെ ചിരിച്ചു. അവൻ അവളെ വീണ്ടും കൈകളിൽ കോരിയെടുത്തു. പൂജ സർവ്വശക്തിയുമെടുത്ത് അവന്റെ നെഞ്ചിൽ അടിച്ചു. "വിട്, എന്നെ താഴെയിറക്ക്, എനിക്ക് ഇവിടുന്ന് പോകണം," അവൾ നിലവിളിച്ചു. പക്ഷേ ഡേവിഡ് അത് കേട്ട ഭാവം നടിച്ചില്ല. പകരം മലയാളത്തിൽ വളരെ ശാന്തമായി അവളോട് സംസാരിച്ചു. "പൂജേ, നിന്റെ ഈ ദേഷ്യം കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഡേവിഡ് എബ്രഹാമിന്റെ കൈകളിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും നിനക്ക് മോചനമില്ല." അവൻ അവളെയും കൊണ്ട് അകത്തെ വലിയ ഹാളിലേക്ക് നടന്നു. പൂജ അവന്റെ കൈകളിൽ കിടന്നു കുതറി. അവളുടെ നഖങ്ങൾ അവന്റെ കഴുത്തിൽ പോറലുകൾ വീഴ്ത്തി. എന്നിട്ടും ഡേവിഡ് ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ആ പുഞ്ചിരിക്ക് പിന്നിൽ വലിയൊരു ആധിപത്യത്തിന്റെ നിഴലുണ്ടായിരുന്നു. ഹാളിന്റെ നടുവിൽ വെച്ച് ഡേവിഡ് അവളെ താഴെ ഇറക്കി. അവിടെ യൂണിഫോം ധരിച്ച കുറെ വേലക്കാർ നിൽപ്പുണ്ടായിരുന്നു. ഡേവിഡ് അവിടെ ഉണ്ടായിരുന്ന ഒരു മധ്യവയസ്കയായ സ്ത്രീയെ വിളിച്ചു. "മേരി, take her to the royal suite. Make sure she is comfortable. But remember, she should not step out of that door without my permission." മേരി തലകുലുക്കി പൂജയുടെ അരികിലേക്ക് വന്നു. "Come with me, children. Don't be afraid." പൂജ അന്തം വിട്ടു നിൽക്കുകയാണ്. അവർ പറയുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. അവൾ ഡേവിഡിനെ നോക്കി. "അവർ എന്താണ് പറയുന്നത്? എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്?" എന്നവൾ ഡേവിഡിനോട് ചോദിച്ചു. പക്ഷെ ഡേവിഡ് മറുപടി പറയാതെ പുറത്തേക്ക് നടന്നു. മേരി പൂജയുടെ കൈ പിടിച്ച് മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോയി. പൂജയ്ക്കാകെ വല്ലാത്തൊരൊറ്റപ്പെടൽ തോന്നി. തന്റെ ഭാഷ മനസ്സിലാകാത്ത ഒരു കൂട്ടം ആളുകൾക്കിടയിൽ അവൾ തടവിലാക്കപ്പെട്ടിരിക്കുന്നു. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഡേവിഡ് തിരിച്ചു വന്നു. അവന്റെ കൈകളിൽ നിറയെ ഷോപ്പിംഗ് ബാഗുകളും കവറുകളും ഉണ്ടായിരുന്നു. അവൻ പൂജയുടെ മുറിയിലേക്ക് കയറി ചെന്നു. പൂജ ജനാലക്കരികിൽ കടൽ നോക്കിയിരിക്കുകയായിരുന്നു. ഡേവിഡ് കവറുകൾ കട്ടിലിലേക്ക് ഇട്ടുകൊണ്ട് അവളെ നോക്കി. പൂജ ആ കവറുകളിലേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അവൾ അവനെ രൂക്ഷമായി നോക്കി. "എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എപ്പോഴാണ് എന്നെ വിടുന്നത്?" ഡേവിഡ് അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ മുഖം ഉയർത്തിപ്പിടിച്ചു. "വിടാനോ? അങ്ങനെയൊരു വാക്ക് എന്റെ ഡിക്ഷണറിയിൽ ഇല്ല പൂജേ. നിന്റെ ഈ ഭംഗി, ഇതെനിക്ക് മടുക്കുന്നതുവരെ നീ ഇവിടെ ഉണ്ടാകും. ചിലപ്പോൾ അത് മാസങ്ങളാകാം, ചിലപ്പോൾ വർഷങ്ങളാകാം. അതുവരെ ഡേവിഡ് എബ്രഹാമിന്റെ നിഴലായി നീ ഈ കൊട്ടാരത്തിൽ കഴിയണം. നിങ്ങൾക്ക് നാണമില്ലേ പണം കൊടുത്ത് പെണ്ണിനെ വാങ്ങാൻ? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ വഴങ്ങില്ല. എന്നെ കൊന്നാലും ശരി." ഡേവിഡ് ഉറക്കെ ചിരിച്ചു. "കൊല്ലാനോ? നിന്നെപ്പോലൊരു സുന്ദരിയെ കൊല്ലാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. നീ എതിർക്കും തോറും എനിക്ക് നിന്നോട് കൂടുതൽ താല്പര്യം തോന്നും. ഈ വസ്ത്രങ്ങളെല്ലാം നീ ധരിക്കണം. എന്റെ മുന്നിൽ നീ ഒരു രാജ്ഞിയെപ്പോലെ ഇരിക്കണം. ഓർമ്മയിരിക്കട്ടെ, എന്റെ അനുവാദമില്ലാതെ ഈ മുറിയുടെ പടി പോലും നീ കടക്കില്ല." അവൻ പുറത്തിറങ്ങി വാതിൽ ചാരി. പൂജ കട്ടിലിട്ടിരിക്കുന്ന വില കൂടിയ വസ്ത്രങ്ങൾ നോക്കി. എല്ലാം പട്ടുപോലെ മൃദുലമായ വസ്ത്രങ്ങൾ. പക്ഷേ അവൾക്ക് അവ ഓരോന്നും ഓരോ ചങ്ങലകളായി തോന്നി. ആ വലിയ മുറിയിൽ അവൾ തനിച്ചായി. പുറത്ത് കടലിന്റെ ഇരമ്പം കേൾക്കാം. തന്റെ ഗ്രാമത്തിലെ ആ ചെറിയ ഹോസ്പിറ്റലിലെ തിരക്കുകളും മുത്തശ്ശിയുടെ സ്നേഹവും ഇനിയൊരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് അവൾ മനസ്സിലാക്കി. ഡേവിഡിന്റെ വന്യമായ കണ്ണുകൾ അവളുടെ ഉള്ളിൽ ഭയം നിറച്ചു. പുറത്ത് രാത്രിയുടെ കറുപ്പ് പടർന്നു കഴിഞ്ഞു. മുറിയിലെ സെൻട്രൽ എസിയിൽ നിന്നും വരുന്ന തണുത്ത കാറ്റ് പൂജയുടെ വിറക്കുന്ന ശരീരത്തിൽ തട്ടുന്നുണ്ട്. ഡേവിഡ് പോയി കഴിഞ്ഞപ്പോൾ അവൾ കട്ടിലിലേക്ക് നോക്കി. അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന കവറുകളിൽ വസ്ത്രങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ടായിരുന്നു. സാധാരണ ചുരിദാറുകൾ, വില കൂടിയ സാരികൾ, ജീൻസും ടീഷർട്ടും, ഷോർട്സുകൾ, അതുകൂടാതെ പല നിറങ്ങളിലുള്ള മോഡലുകളിലുമുള്ള നൈറ്റ് ഡ്രസ്സുകൾ വരെ അതിലുണ്ട്. ഓരോന്നും ലോകത്തിലെ ഏറ്റവും മികച്ച ബ്രാൻഡുകൾ. പൂജ പതുക്കെ ആഭരണങ്ങൾ അഴിച്ചു മാറ്റി. ബീഗം അണിയിച്ചുവിട്ട ആ കനത്ത സ്വർണ്ണമാലകളും വളകളും ഓരോന്നായി മേശപ്പുറത്ത് വെക്കുമ്പോൾ അവൾക്കെന്തോ ഭാരം ഇറക്കി വെച്ച ആശ്വാസമായിരുന്നു. കടും ചുവപ്പ് പട്ടുസാരിയുടെ കനം അവളെ ശാരീരികമായും മാനസികമായും തളർത്തുന്നുണ്ട്. മുടിയിലെ മുല്ലപ്പൂക്കൾ വാടി തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളിലെ ഉറക്കമില്ലായ്മയും യാതനയും അവളുടെ ശരീരത്തെ തളർത്തിയിട്ടുണ്ട്. അവൾ പതുക്കെ എഴുന്നേറ്റ് ആ വലിയ ബാത്റൂമിലേക്ക് നടന്നു. വെണ്ണക്കല്ലിൽ തീർത്ത ആ കുളിമുറിയിൽ സുഗന്ധം വമിക്കുന്ന സോപ്പുകളും ഷാമ്പുകളും നിരത്തി വെച്ചിട്ടുണ്ട്. ഷവറിന് താഴെ നിൽക്കുമ്പോൾ തണുത്ത വെള്ളം അവളുടെ ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങി. ബീഗത്തിന്റെ നരകത്തിലെ ചീഞ്ഞ മണവും തന്നെ വിറ്റവരുടെ സ്പർശനത്തിന്റെ ഓർമ്മകളും കഴുകിക്കളയാൻ എന്ന വണ്ണം അവൾ ഒരുപാട് നേരം വെള്ളത്തിനടിയിൽ നിന്നു.
കണ്ണിന്റെ കോണിലെ കരിമഷ പടർന്ന മുഖമാകെ വിവർണമായി. പണ്ട് ആ നാട്ടിലെ ഹോസ്പിറ്റലിൽ പുഞ്ചിരിയോടെ നടന്ന പൂജയെ അവൾ കണ്ണാടിയിൽ തിരഞ്ഞു. പക്ഷെ അവിടെ കണ്ടത് തകർന്നടിഞ്ഞ ഒരു രൂപത്തെ മാത്രമായിരുന്നു. കുളി കഴിഞ്ഞ് ഈറൻ മുടിയോടെ അവൾ പുറത്തിറങ്ങി. കട്ടിലിരുന്ന ഡ്രസ്സുകളിൽ നിന്നും അവൾ തിരഞ്ഞെടുത്തത് വളരെ സാധാരണമായ ഒരു ചുരിദാറാണ്. ആ കൊട്ടാരത്തിലെ മറ്റു വസ്ത്രങ്ങളെക്കാൾ അവൾക്ക് തൻ്റേതെന്ന് തോന്നിയത് അതായിരുന്നു. പണ്ട് തൻ്റെ നാട്ടിൽ ജോലിക്ക് പോകുമ്പോൾ ധരിച്ചിരുന്ന അതേ മോഡലിലെ ഒരു ചുരിദാർ. ആ വസ്ത്രം ധരിച്ചപ്പോൾ അവൾക്കൊരു ചെറിയ ആശ്വാസം തോന്നി. മുടി തുവർത്തിക്കൊണ്ട് അവൾ ജനാലയ്ക്കൽ പോയി നിന്നു. ദൂരേക്ക് തിരമാലകളുടെ ഇരമ്പം കേൾക്കാം. ഈ ലോകം തനിക്ക് ചുറ്റും മാറിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലനടയിലെ അനാഥക്കുട്ടിയിൽ നിന്നും ഹോസ്പിറ്റലിലെ നേഴ്സിലേക്കും അവിടുന്ന് വേലക്കാരിയായി അവസാനം വിൽക്കപ്പെട്ടൊരു ചരക്കായി മാറിയ തൻ്റെ ജീവിതം. ഡേവിഡ് എബ്രഹാം എന്ന മനുഷ്യൻ തന്നെ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അവൾക്ക് പേടിയും ഒപ്പം വലിയ നിസ്സഹായാവസ്ഥയും തോന്നി. പൂജ അറിയാതെ മുറിക്ക് പുറത്തെ CCTV ക്യാമറയിലൂടെ ഡേവിഡ് അവളുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ലാപ്ടോപ്പ് സ്ക്രീനിൽ ഈറൻ മുടിയോടെ ലളിതമായ ചുരിദാറിൽ നിൽക്കുന്ന പൂജയെ കണ്ടപ്പോൾ ഡേവിഡിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആഡംബര വസ്ത്രങ്ങളെക്കാൾ അവൾക്ക് ചേരുന്നത് ഈ ലാളിത്യമാണെന്ന് അവനും തോന്നി. ഡേവിഡ് സ്വയം പിറുപിറുത്തു. പൂജയെ, നീ ചുരിദാറിൽ കൂടുതൽ സുന്ദരിയാണ്. നിന്നെ കീഴടക്കുക എന്നത് എനിക്കൊരു ലഹരിയായി മാറുകയാണ്. പൂജ പതുക്കെ ആ വലിയ കട്ടിലിൽ കിടന്നു. മുറിയിലെ വെളിച്ചമണയ്ക്കാൻ അവൾക്ക് തോന്നിയില്ല. ഇരുട്ടിനെ അവൾക്കിപ്പോൾ ഭയമാണ്. മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ചുറങ്ങിയ ആ സുന്ദരമായ രാത്രികൾ അവൾ ഓർത്തു. പെട്ടെന്ന് മുറിക്ക് പുറത്ത് ആരുടെയോ കാൽപ്പെരുമാറ്റം കേട്ടു. ഡേവിഡാണോ? അവൾ പേടിയോടെ പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടി. വാതിൽ പൂട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പായിരുന്നിട്ടും അവളുടെ ഹൃദയമിടിപ്പ് നിലച്ചില്ല. ആ രാജകൊട്ടാരത്തിലെ ആദ്യ രാത്രിയിൽ ലക്ഷങ്ങൾ വിലയുള്ള ആ കിടക്കയിൽ കിടന്ന് പൂജ തൻ്റെ വിധിയോർത്ത് നിശബ്ദമായി കരഞ്ഞു.